ഞാൻ ആൻഡ്രൂ ടീച്ചേഴ്സ്. ഞാൻ മിസ്സിൻ മേരി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ സങ്കടപ്പെടുത്തുകയും നമ്മുടെ എല്ലാം മനസ്സ് മരവിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയുമാണ് നാം കടന്നുപോയത്. കേരളം മുഴുവൻ അല്ല, നമ്മുടെ രാജ്യം മുഴുവനും മഴക്കെടുതി മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും വേണ്ടി നാം ഒരു മനമായി പ്രാർത്ഥിച്ചു. നമ്മുടെ ഇടവകയിൽ വെള്ളിയാഴ്ച കാലത്ത് കുർബാനയ്ക്ക് ശേഷമുള്ള ആരാധനയിൽ ഇടവക മക്കൾ നിരന്തരമായി വയനാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈകിട്ട് 7 മണിയുടെ കുർബാനയോടെ ആരാധന അവസാനിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം അപ്പാടെ പ്രാവർത്തികമാക്കിയ CLC മക്കൾ എല്ലാവർക്കും മാതൃകയായി. CLC ദിനം മനോഹരമായി നടത്തി അല്ലേ? കൊടികയറ്റം, എൻട്രൻസ് പ്രൊസഷൻ, പള്ളിക്ക് ചുറ്റുമുള്ള റാലി, എല്ലാവർക്കും മധുരം കൊടുക്കാനും അവർ മറന്നില്ല. പരിശുദ്ധ മാതാവിന്റെ നീല അങ്കിയുടെ പ്രാധാന്യം കുട്ടികളുടെ നല്ല അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവും ആഴ്പ്പെടുവാനും അത് കാരണമായി. നമ്മുടെ ഇടവക വികാരി ജോഷി അച്ഛനും CLC ആനിമേറ്ററും ലീഡറും മറ്റധ്യാപകരും CLC മക്കളും അവരുടെ കുടുംബവും ഒരുമിച്ച് അവർക്ക് ലഭിച്ച കാരുണ്യ ഫണ്ട് സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ സ്റ്റുഡൻസിന് കൈമാറി എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു നന്മ പ്രവൃത്തി തന്നെയാണ്. ഈ ആഴ്ചയിലെ പ്രത്യേകത ഞാൻ ഓർക്കുന്നു. ഓഗസ്റ്റ് 4 വിത്ത് ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമാണ്. അതെ, അന്നാണല്ലോ നാം വൈദിക ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്നതും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതും ഈ സുന്ദര ദിനത്തിലാണ്. ഹലോ കൂട്ടുകാരെ, എല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കണം, നന്ദി കാണിക്കണം. വൈദികരെ നമുക്ക് തന്നത് ദൈവമാണെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. അത് നമ്മുടെ ഹൃദയത്തിലൊന്ന് കോറിയിടണേ. എല്ലാരും റെഡിയല്ലേ അച്ഛന്മാരെ വിഷ് ചെയ്യാൻ? ഈ ആഴ്ചയിൽ നാം പരിചയപ്പെടുന്നത് കോട്ടപ്പുറം രൂപതയിലെ വളരെ പഴക്കമുള്ളതും പ്രസിദ്ധവുമായ ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തെക്കുറിച്ചാണ്. എറണാകുളം ജില്ലയിലെ ചേതമംഗലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗോതുരത്ത്. 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ കായലിൽ പെരിയാറിലൂടെയും ചാലക്കുടി പുഴയിലൂടെയും ഒഴുകി വന്ന ചെളിയും മണലും ചേർന്നാണ് ഗോതുരത്ത് ദ്വീപുണ്ടായത്. ഈ വെള്ളപ്പൊക്കത്തോടുകൂടി ഭാരതത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായ കൊടുങ്ങല്ലൂർ തുറമുഖം, അതായത് മുസരിസ്, നശിച്ചു പോവുകയും നാം ഇന്ന് കാണുന്ന കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ഗോതുരത്ത് ദേശം മുഴുവൻ ലത്തീൻ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നു. 1531 അന്ന് തുരുത്തിപ്പുറത്ത് ആദ്യമായി പള്ളി സ്ഥാപിച്ചു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് പീരങ്കി വെടിയേറ്റ് പള്ളി നിലം പതിച്ചു. 1811 ഒരു താൽക്കാലിക പള്ളി സ്ഥാപിച്ചു. 1870 പുതിയ പള്ളി പണിതീർത്തു. ഈ പള്ളിയിലെ ആദ്യത്തെ വികാരി ഫാദർ ഡി റൊസാരിയോ ആയിരുന്നു. ആധുനിക ഗോതുരത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് മൈക്കിൾ നിലവാരത്തച്ഛനാണ്. പ്രൈമറി സ്കൂളും അതിന്റെ തുടർച്ചയായ ഹൈസ്കൂളും, പിന്നെ 1921 സ്ഥാപിക്കപ്പെട്ട കുട്ടുകാട് സ്കൂൾ, 1925 സ്ഥാപിച്ച കടൽവാതുരത്ത് സ്കൂൾ, തെക്കേതുരത്ത് സ്കൂൾ എല്ലാം മൈക്കിൾ നിലവാരത്തച്ഛന്റെ സംഭാവനയാണ്. കാനാപ്പള്ളി അച്ഛന്റെ കാലത്ത് 1949 പുതിയ ദേവാലയം പണി ആരംഭിച്ചു. 1960 അത് പൂർത്തിയാക്കി. വരാപ്പുഴ രൂപതയിലെയും കോട്ടപ്പുറം രൂപതയിലെയും പ്രഗത്ഭരായ വൈദികരാണ് ഗോതുരത്ത് ഇടവകയെ നയിച്ചിട്ടുള്ളത്. ഗോതുരത്ത് ഗ്രാമം ചവിട്ടുനാടകത്തിന്റെ ഗ്രാമമാണ്. ചവിട്ടുനാടകത്തിന്റെ തിരിച്ചുവരവിനായി ജീവനാന്തം പോരാടിയ വനിതയാണ് സെബീന റാഫി. ചവിട്ടുനാടകത്തിന്റെ ശീലുകൾ ഹൃദയത്തിൽ പാകിയ ഗോതുരത്തിന് സാറാ കേസിലൂടെ യുദ്ധവീര്യം നൽകിയ നാടിനും മഹത്തായ സാംസ്കാരിക, കായിക, ആത്മീയ, ഒടുവിൽ വള്ളംകളിയുടെ പാരമ്പര്യം മഹാത്മ്യം വിളിച്ചു ഓതുന്നുണ്ട്. ഇവിടെ സേവനമനുഷ്ഠിച്ച വ്യക്തികളാണ് ലിയോ പോൾ കാനപ്പള്ളി അച്ഛൻ, മോൺസിഞ്ഞോർ ജോസഫ് കൊറയ അച്ഛൻ, ദേവദാസനായ വാഗയിൽ അച്ഛൻ എന്നിവയിലൂടെ സേവനം ഗോതുരത്തിന്റെ ചരിത്ര താളുകളിൽ ഒരു പൊൻതൂവലായി നിലകൊള്ളുന്നു. പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും ഞങ്ങൾ ആന്റോണിയൻ അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും.